ഒരുപക്ഷെ ഒരു ബാലൻ അല്ലെ ഒരു ചെറുപ്പക്കാരൻ ഒരു കുറേ നാൾ കഴിയുമ്പോൾ ഈ പൈസ സ്വന്തമായിട്ട് അധ്വാനിക്കുമ്പോൾ തെറ്റായ വഴിയിലൂടെ എല്ലാം യാത്ര ചെയ്യാം. ആ ഒരു സാഹചര്യം നമ്മുടെ കയ്യിൽ വരുന്നു. പക്ഷെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ, നമ്മുടെ കഷ്ടപ്പാട്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, മനുഷ്യൻ ഒരു ഏറ്റവും വലിയ ജീവിതത്തെയാണ് നമ്മളെപ്പോഴും തിരിച്ചറിയുന്നത്. നമ്മുടെ വേദനയുള്ള പിറകോട്ടു ചിന്തിക്കുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ ഒരു വലിയ സമൂഹം, ഇതൊക്കെ താങ്കൾ നേരിട്ടറിഞ്ഞു വളരെ ബാല്യത്തിൽ തന്നെ. അതെ, തീർച്ചയായിട്ടും. അവിടെ നിന്ന് 2 വർഷം കഴിഞ്ഞിട്ട് 2 മാസം തിരിച്ച് നാട്ടിൽ പോയി നിന്നു. പിന്നെ നാട്ടിൽ പോയി നിൽക്കുമ്പോൾ ആൾക്കാരെല്ലാവരും വെറുതെ ചോദിക്കുന്നു, എപ്പോഴാണ് ഇനി പോണത്, എന്താ ജോലി, എപ്പോഴാണ് പോകുന്നത്. അപ്പോൾ മൊത്തം അന്ന് കൊണ്ടുവന്ന പൈസ എത്രയാണ്? അന്ന് ഞാൻ അവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ എൻ്റെ മുതലാളിയായിട്ടുള്ള എൻ്റെ ബോസ് എൻ്റെ അടുത്ത് ഒരു 10,000 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ ഒരു ഫ്രഷ് ബണ്ടിൽ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ടാണ് പറഞ്ഞത്. തിരിച്ചു വരുമ്പോൾ എന്നിട്ട് എന്നെ കൊണ്ടാക്കി ട്രെയിൻ ടിക്കറ്റ് എടുത്ത് തന്നു, പൊക്കോളം പറഞ്ഞു. പക്ഷേ വരുന്ന സമയത്ത് അപ്പോൾ തന്നെ കുറേ ചോക്ലേറ്റും അതും ഇതൊക്കെ ആയിട്ട് എടുത്ത് തന്നു. വലിയ ഒരു മെറ്റൽ ബോക്സിൻ്റെ ട്രങ്ക് എന്ന് പറയും, ട്രങ്ക് പെട്ടി ആ പെട്ടിയായിട്ടാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. ഈ 10,000 രൂപ കൊണ്ട് എൻ്റെ വീട്ടിൽ അമ്മയുടെ കയ്യിൽ കാശ് കൊടുക്കുന്നു, ചേച്ചിയുടെ കയ്യിൽ കാശ് കൊടുത്തു, ചേട്ടൻ്റെ കയ്യിൽ കാശ് കൊടുത്തു. അടുത്ത സുഹൃത്തുക്കളായിട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും എല്ലാവർക്കും 100 രൂപയൊക്കെ അന്നങ്ങ് എല്ലാവർക്കും. അനിലിനെ അവിടെ കണ്ടായിരുന്നു. പിന്നെ അതായത് അവന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ 1000 പാൻ്റല്ല 1,00,000 പാൻ്റ് വാങ്ങിക്കൊടുക്കേണ്ട സാമ്പത്തികവും ഒക്കെ ഓർത്തു. ശരിക്കും അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് 2 മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞ് വീണ്ടും ബാംഗ്ലൂർ വരുന്നു. ബാംഗ്ലൂർ ചൂസ് ചെയ്യാനുണ്ടായ കാരണം? ബാംഗ്ലൂരിൽ ഒരുപാട് മലയാളികൾ ഇവിടെ ഏറ്റവും മലയാളികളുള്ളത് ബാംഗ്ലൂർ നഗരത്തിലാണ്. അതുമാത്രമല്ല അടുത്തുള്ള സ്ഥലവും ആയിട്ട് തോന്നി. അന്ന് ബാംഗ്ലൂർ വരുമ്പോൾ എൻ്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹാഫ് ടിക്കറ്റാണ്. കാരണം 14 വയസ്സ് ഹാഫ് ടിക്കറ്റായിരുന്നു. അതെ. ഫസ്റ്റ് ബാംഗ്ലൂർ വരുന്നു, പീനിയ ദാസരള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ആദ്യമായിട്ട് വരുന്നത്. അവിടെ ഒരു ബാറ്ററി ഷോപ്പിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. മാസം 150 രൂപ ശമ്പളം. അതായത് ഈ 150 രൂപ ശമ്പളത്തിൽ റൂമിൻ്റെ ചിലവും റൂം റെൻറ്റ് എല്ലാം ഇതിൽ തന്നെ തീർക്കണം. ഫുഡും എല്ലാം 150 രൂപ തന്നെ തീർക്കണം. ഒരു രക്ഷയുമില്ലാത്തൊരു ഗതിയായിട്ട് തോന്നു. അവിടെ നിന്ന് വിട്ടിട്ട് ഒരു രജനി ടെമ്പോ സർവീസ്, അവിടെ ക്ലീനർ പണിയായിട്ട് അവിടെ പോകുന്നു. അവിടെയും പോകുമ്പോൾ ഡെയിലി 5 രൂപ ശമ്പളം, മാസം 150 രൂപ ശമ്പളം. അന്ന് ഡെയിലി 5 രൂപ ഞാൻ ശമ്പളം വാങ്ങുമ്പോൾ ഒരു അന്നസാമ്പാർ എന്ന് പറയും, കർണാടകയിൽ ഇവിടുത്തെ ദരിദ്രരായിട്ടുള്ള ആൾക്കാരുടെ വളരെ ദരിദ്രരെന്നല്ല, എനിക്കിന്നും അതാണ് എനിക്കിഷ്ടം കേട്ടോ. റിയലായിട്ട് എൻ്റെ ആ ഫുഡ് തന്നെയാണ് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം. അത് 3 രൂപ 50 പൈസയാണ് ഒരു അന്നസാമ്പാർ എന്ന് പറയും. അപ്പോൾ ഇതിൽ കൂടെ ഒരു വട വെച്ച് കഴിഞ്ഞാൽ 3 രൂപ 50 പൈസയായി. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമാണ്. ഈ തരുന്ന 5 രൂപയിൽ 3 നേരം കഴിക്കണം. ഏത് ഫുഡും ഇതിന് താഴെയുള്ള ഫുഡ് ഇതിന് ഒന്നും എടുത്തുമില്ല. പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കും. രണ്ടാമത്തെ പ്രാവശ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ഹാഫ് റൈസ് സാമ്പാർ. അപ്പോൾ 5 രൂപയിൽ നിലനിൽക്കും. അങ്ങനെ ഒരു വർഷത്തോളം കഴിഞ്ഞു പോയി. ഒരു വർഷത്തോളം തന്നെ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മാക്സിമം എത്രത്തോളം സേവ് ചെയ്യാൻ കഴിയും അത്രത്തോളം സേവ് ചെയ്യുന്നു. ഈ മാസം കിട്ടുന്ന 150 രൂപ കിട്ടുന്ന അതിനെ അങ്ങനെ സമ്പാദിച്ച് വയ്ക്കുന്നതാണ്. എൻ്റെ ഈ കാണുന്ന എൻ്റെ എല്ലാ സമ്പാദ്യത്തിലും എൻ്റെ രക്തമാണ്, എൻ്റെ വേർപ്പല്ല, എൻ്റെ രക്തമാണ്. ഇതെവിടെയും നമുക്ക് ഒരു ചാനലിൻ്റെ മുന്നിലെന്നല്ല, ഒരു സുഹൃത്തിൻ്റെ മുന്നിൽ ചെവിയിൽ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ഒരു സുഹൃത്താണെങ്കിൽ അവനെത്ര ഒരു ബാഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നാലും അവൻ അതിൽ നിന്ന് നന്നാവും. കാരണം അത്രയും രക്തം വേർപ്പാക്കി ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളാണ്, അല്ലാതെ ഒരു തെറ്റായ വഴിയിലൂടെ ഒരിടത്തൂടെ കാരണം അത്രയും വളരെയധികം കഠിനാധ്വാനം ചെയ്തു എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും. ഇതിനിടയിൽ ചായ അതിനു മുമ്പ് തന്നെ ഇത് വിട്ടതിന് ശേഷം രജനി ടെമ്പോ സർവീസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പണി വിട്ടതിന് ശേഷം നെയിൽ സാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. എനിക്കിവിടുത്തെ പണി ഒട്ടും ആവുന്നില്ല. കാരണം എന്നെ ഉറങ്ങാനും സമ്മതിക്കുന്നില്ല. ഫ്ലെക്സിബിൾ ഉള്ള സ്ഥലത്ത് കൂടുതൽ അവരിൽ നിന്ന് ഉള്ള രക്തം പിഴിഞ്ഞെടുക്കുന്ന മാതിരിയുള്ള പണി മാതിരി ആകുമ്പോൾ ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് പതുക്കെ നെയിൽ സാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വരികയാണ്. ഈ നെയിൽ സാന്ദ്ര എന്ന് പറഞ്ഞ് വരുമ്പോൾ അവിടെ കിടക്കാൻ റൂമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. ആദ്യം ക്ലോസ് ചെയ്യുന്ന കട ഏതാണോ അതാണ് എൻ്റെ വീട്.
അവിടെ വരാന്തയിലാണ്. അവിടെ വരാന്തയിൽ തന്നെയാണ്. അവിടെ എൻ്റെ കൂടെ കുറേ റോഡും തെരുവ് നായ്ക്കളുണ്ടാവും. ഉണ്ടാവും. ഈ ഒരാൾ പറഞ്ഞു എന്നെ മാതിരി എനിക്ക് ഭക്ഷണമില്ലാതെ കിടക്കുമ്പോൾ ഒരു നിവൃത്തിയില്ല, കയ്യിലുണ്ടായിരുന്ന കാശിനെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നീട് വന്നിട്ടാണ് ഇവിടുന്ന് പണി വിട്ടു. പെട്ടെന്ന് ആയിരുന്നു പണി വിടുന്നത്. റൂമില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. 3 ദിവസം കണ്ടിന്യൂ ഇതേമാതിരി തന്നെ ആയിരുന്നു. 4ാമത്തെ ദിവസം വോമിറ്റ് ചെയ്യണം. ഞാൻ റോഡ് സൈഡിൽ തന്നെ ഇരുന്നിട്ട് വോമിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ ഒരു റിയാസ് ഭായ് എന്ന് പറഞ്ഞൊരു മുസൽമാനാണ് ഞാൻ അവിടെ വെച്ചൊന്നും പരിചയപ്പെടുന്നത്. എൻ്റെ ജീവിതം നോക്കുക. റിയാസ് റിയാസ് മലയാളി അല്ലല്ല, റിയാസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസൽമാൻ, കർണാടക. പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് വന്നു, എൻ്റെ അടുത്ത് വന്നു. ക്യാ ഹേ എന്ന് ചോദിച്ചു. അപ്പോൾ ഹിന്ദി അറിയാം. സംസാരിച്ചു കൊണ്ട് വന്നു. നേരെ എൻ്റെ അടുത്ത് ചോദിച്ചു, എവിടെ ആയിരിക്കും താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു വീടൊന്നുമില്ല. തൂ ക്യാ കാം കരേഗാ എൻ്റെ അടുത്താണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് പണിയും ചെയ്യാതുള്ളൂ. വാന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് അന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഫുഡും തന്നിട്ട് എന്നെ കൊണ്ടുവന്ന് ഒരു ഗോഡൗണിനകത്ത് കൊണ്ടുവന്ന് കിടത്തേന്. അതിനകത്ത് ഫുള്ള് മാങ്ങ കൂട്ടിയിട്ടൊക്കെ. അവരുടെ കൂടെ കുറേ വളരെ പാവപ്പെട്ടതായിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട്, പയ്യന്മാരുണ്ട്. അവരെല്ലാം ഈ മാങ്ങ ഡെയിലി ആകുമ്പോൾ ഇവരുടെ കയ്യിൽ ഈ തള്ളുവണ്ടിയിൽ എടുത്ത് കൊടുത്തിട്ട് പറയും ഇത് പൂര സെയിൽ ചെയ്തിട്ട് വരിക. എല്ലാ ആൾക്കാരും മാങ്ങ സെയിൽ ചെയ്തിട്ട് കൊടുത്തു വിടുന്ന ക്വാണ്ടിറ്റി ഒരേ ക്വാണ്ടിറ്റിയാണ്. ചാക്കിൽ കെട്ടിയിട്ട് സ്കെയിലിൽ വയ്ക്കും. അപ്പം 250 kg അത്രയും സെയിൽ ചെയ്തിട്ട് വരണം. പക്ഷേ ഞാൻ എടുത്തിട്ട് കൊണ്ടുപോകുന്ന മാങ്ങ എല്ലാം ഒരേ മാങ്ങയാണ്. എൻ്റെ മാങ്ങ മാത്രം മാങ്ങ പഴമാണ്. 3 ക്വാളിറ്റിയായി മാറും. എ ക്വാളിറ്റി, ബി ക്വാളിറ്റി, സി ക്വാളിറ്റി. ഇതെല്ലാം ഒന്ന് തന്നെയാണ് സാധനം. പക്ഷേ ഇന്ന് എൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ആൾക്കാരെല്ലാം മനസ്സുകൊണ്ട് ചിന്തിക്കും ചിലപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇത് പറ്റിക്കലല്ല. എൻ്റെ ബിസിനസ്സായിരുന്നു. നല്ല സാധനങ്ങളെല്ലാം ചിലതൊക്കെ എന്തെങ്കിലും ചെറിയ അതെ. അപ്പോൾ അങ്ങനെ ഇതിനെ വിറ്റിട്ട് എൻ്റെ മുതലാളി കൊണ്ടുവന്നിട്ട് മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാളും ഡബിൾ കാശ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായി മാറി. ഞാൻ ആ കുടുംബത്തിലൊരു അംഗമായി മാറി. അവരുടെ 5 മക്കളാണ് അവർ. എന്നെയും കൂടെ ചേർത്തിട്ട് 6ാമത്തെ മക്കളെന്നുള്ള ഒരു സ്ഥാനവും എനിക്ക് അവിടെ കിട്ടി. അങ്ങനെ അവരുടെ കൂടെ തന്നെ വന്നപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, ഈ മലയാളീസായിട്ടുള്ള ആൾക്കാരൊക്കെ നീ ഈ കച്ചവടം ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിൻ്റെ ലൈഫ് ഫുള്ള് ഇതുമാതിരി ആയിപ്പോകും. അതുകൊണ്ട് സൈക്കിളിൽ ചായ കൊണ്ടുപോയി ചെയ്യുന്ന ബിസിനസ്സുണ്ട്. അത് പണിക്ക് വേണ്ടിയിട്ട് പോകും. ഞാൻ പരിചയമുള്ള ഒരാളിനെ പരിചയപ്പെടുത്തി തരാം. അത് നല്ല ശമ്പളവും കിട്ടും. അതിൽ നിന്ന് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയി വരാനും പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയണ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അതെ ചെയ്തു. അവർ തന്നെയാണ് എന്നെ ഏർപ്പെടുത്തി ഈ ചായ ബിസിനസ്സിലോട്ട്. സൈക്കിൾ ചവിട്ടി ബാക്കിൽ ക്യാനും. അതെ. അന്ന് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ചിലവെല്ലാം കഴിഞ്ഞ് പോയിട്ട് മാസം കിട്ടുന്ന സാലറി 300 രൂപ. വളരെ ഹാപ്പിയായി. അപ്പോൾ ഈ ബിസിനസ് അങ്ങനെ ചെയ്തുകൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ എൻ്റെ സഹപാഠികളായിട്ടുള്ള സബോർഡിയൻസ് എന്ന് പറയാം, അന്ന് എൻ്റെ കൂടെ സൈക്കിളിൽ ചായ കൊണ്ട് പോയിക്കൊണ്ടിരുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ കൊലീഗ്സ്, അവരുടെ എല്ലാവരുടെയും ഡ്രസ്സ് ഞാൻ വാഷ് ചെയ്യും. ഒരു ഡ്രസ്സ് അവർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെളിയിൽ കൊടുത്ത് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് പാൻറ്റും ഷർട്ടും 2 രൂപ. വാഷ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ 2 രൂപയാണ്. അപ്പോൾ ഞാൻ പറയും എനിക്ക് 1 രൂപ തന്നാൽ മതി, ഇത് ഞാൻ ചെയ്തു തരാമെന്ന്. 5-6 ആൾക്കാരുടെ. അപ്പോൾ എൻ്റെ കൂടെ സബോർഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, എൻ്റെ കൊലീഗ്സ് എല്ലാം രാവിലെ ഇടുന്ന ഡ്രസ്സ് വൈകിട്ട് എടുത്തില്ല. ഇത് അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് പറയണത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുത്തിട്ടുള്ള അവൻ ഇന്ന് എൻ്റെ കമ്പനിയിൽ സെക്യൂരിറ്റി പണിയെടുക്കുക. അങ്ങനെ കുറേ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കൊടുത്ത് എനിക്ക് വീക്ക്ലി ഒരു 100 രൂപീസ് ഇങ്ങനെ തന്നെ കിട്ടും. എല്ലാവരുടെയും ഡ്രസ്സ് വാഷ് ചെയ്ത് നോക്കുമ്പോൾ മെഹനത്താണ് എൻ്റെ മെഹനത്ത്. ഞാൻ എന്ത് പണിയെടുക്കാനും 20 മണിക്കൂർ ഭാഗപ്പെടുത്തി പ്രിപ്പറേഷൻ ആൾറെഡി ഒരുപാട് അടി കിട്ടി. 5ാമത്തെ വയസ്സ് മുതൽ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും.